ഹായ് ഓൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വേർബ് എന്നുള്ളത് അല്ലേ. ഒരു സെൻറ്റൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇത് വേർബ് എന്നുള്ളത്. സോ ഈ വേർബിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. സോ ആദ്യമായിട്ട് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് നോക്കാം. എ വേർബ് വിച്ച് ഹാസ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് എ ട്രാൻസിറ്റീവ് വേർബ്. സോ ഒരു വേർബിന് ഒരു ഒബ്ജക്റ്റ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, അത്തരത്തിലുള്ള വേർബിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വേർബ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോഴേ ഊഹിക്കാനായിട്ട് പറ്റും എന്തായിരിക്കും ഇൻട്രാൻസിറ്റീവ് എന്നല്ലേ. എനിവേ, ട്രാൻസിറ്റീവ് മീൻസ് പാസിങ് ഓവർ. ട്രാൻസിറ്റീവ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് പാസിങ് ഓവർ എന്നാണ്. അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ബോയ് കിക്സ് ദ ഫുട്ബോൾ. ദ ബോയ് കിക്സ് ദ ഫുട്ബോൾ. ഇനി ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. The action denoted by the verb kicks passes over from the subject boy to the object football. അപ്പോൾ ബോയ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇത് കിക്സ് എന്നുള്ളത് അല്ലേ. ആ ഒരു ആക്ഷൻ മൂവ് ചെയ്യാണ്, പാസ് ചെയ്യാണ്. എവിടെ നിന്ന്? ആ ഒരു വേർബിൽ നിന്ന് ഫുട്ബോൾ എന്നുള്ള ഒബ്ജക്റ്റിലോട്ട് പാസ് ചെയ്യാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു വേർബിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ്, അത്തരത്തിലുള്ള വേർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ കാണുന്ന വേർബ് എന്ന് പറയുന്നത് കിക്സ് എന്നാണ്, ഒബ്ജക്റ്റ് ഇത് ഫുട്ബോൾ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒബ്ജക്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വേർബിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വേർബ്. ഇനി നോക്കിയേ, എ ട്രാൻസിറ്റീവ് വേർബ് ആക്സെപ്റ്റ്സ് വൺ ഓർ മോർ ഒബ്ജക്ട്സ്. അപ്പോൾ ഒരു ട്രാൻസിറ്റീവ് വേർബിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല നമുക്ക് കാണാനായിട്ട് കഴിയാം, ഒന്നോ രണ്ടോ മൂന്നോ ഒബ്ജക്ട്സൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റുള്ള ട്രാൻസിറ്റീവ് വേർബിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോ ട്രാൻസിറ്റീവ് എന്നുള്ളത്. ഇനി രണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡൈ ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ ബൈ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നു. മൂന്ന് ഒബ്ജക്റ്റ് ആണെങ്കിൽ ട്രൈ ട്രാൻസിറ്റീവ് ആൻഡ് സ്യൂഡോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു മോണോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് മാത്രമുള്ള വേർബിനെയാണ് നമ്മൾ മോണോ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേർബ്സ് ദാറ്റ് ആക്സെപ്റ്റ് ഓൺലി വൺ ഒബ്ജക്റ്റ് ആർ കോൾഡ് മോണോ ട്രാൻസിറ്റീവ് വേർബ്സ്. അപ്പോൾ ഹീ സ്പോക്ക് ദ ട്രൂത്ത്, ഷീ ഈറ്റ്സ് മാംഗോ, ഹീ ഡ്രിങ്ക്സ് വാട്ടർ. ഈ മൂന്ന് എക്സാമ്പിൾസ് നോക്കിയേ. ഇതിൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഹീ സ്പോക്ക് വാട്ട്? ദ ട്രൂത്ത്. ഷീ ഈറ്റ്സ് വാട്ട്? ദ മാംഗോ. ഹീ ഡ്രിങ്ക്സ് വാട്ട്? ദ വാട്ടർ അല്ലേ. അപ്പോൾ മൂന്ന് എക്സാമ്പിൾസിലും ഓരോ സിംഗിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള വേർബിനെ നമ്മൾ എന്താണ് പറയുക? മോണോ ട്രാൻസിറ്റീവ്. ഇനി എന്താണ് ഡൈ ട്രാൻസിറ്റീവ് എന്ന് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ഒബ്ജക്ട്സ്, ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ മോണോ ട്രാൻസിറ്റീവിൽ നമ്മളൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമാണ് കാണുന്നത്. ഡൈ ട്രാൻസിറ്റീവ് ഓർ ബൈ ട്രാൻസിറ്റീവ് വേർബ് ആകുമ്പോൾ നമ്മളവിടെ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും കാണുന്നുണ്ട്. Verbs like give, ask, offer, promise, tell, etc. take two objects after them. അപ്പോൾ give, ask, offer, promise, tell ഈ വേർബ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ്, രണ്ട് ഒബ്ജക്ട്സ് കാണാറുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും കാണാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള വേർബ്സിൻ്റെ കൂടെ. യൂഷ്വലി ഇൻഡയറക്റ്റ് ഒബ്ജക്ട്സ് കംസ് ബിഫോർ ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എപ്പോഴും എന്താണ്, ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്നത് കാണാറുള്ളത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ല ആദ്യം വരിക, ആദ്യം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വിച്ച് ഈസ് യൂഷ്വലി ദ നെയിം ഓഫ് സംതിങ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? യൂഷ്വലി ദ നെയിം ഓഫ് സംതിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തിൻ്റെങ്കിലും ഒരു പെർട്ടിക്കുലർ നെയിം ആയിരിക്കും ഏത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഓർ ഹോം. ഇനി എന്താണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു സെൻറ്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ വാട്ട്, അതല്ലെങ്കിൽ ഹോം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ആൻസർ ആയിരിക്കും ഏത്, നമ്മുടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡിനോട്ട്സ് ദ പേഴ്സൺ ടു ഹോം സംതിങ് ഈസ് ഗിവൺ ഓർ ഫോർ ഹോം സംതിങ് ഈസ് ഡൺ. അപ്പോൾ ഇനി നമ്മുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആകുമ്പോൾ എന്താണ്, വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചു നോക്കേണ്ടത് ആ ഒരു സെൻറ്റൻസിൽ. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് ഫോർ ഹോം അല്ലെങ്കിൽ ടു ഹോം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഹിസ് ഫാദർ ഗേവ് ഹിം എ വാച്ച്.
ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹിസ് ഫാദർ ഗേവ് ഹിം വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എ വാച്ച് എന്ന് കിട്ടുന്നുണ്ടല്ലേ, ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ എ വാച്ച് എന്നുള്ളതാണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്കിവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹിം എന്ന് പറയുന്നതാണ് അല്ലേ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഹി ടോൾഡ് മീ എ സീക്രട്ട്. ഹി ടോൾഡ് മീ എ സീക്രട്ട്. ഇവിടെ ഏതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്? ഹി ടോൾഡ് മീ വാട്ട്? എ സീക്രട്ട് അല്ലേ. സോ ഇവിടെ സീക്രട്ട് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്താണ്? മീ ചേർത്തിട്ടുണ്ട് അല്ലേ, അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. തേർഡ് എക്സാമ്പിൾ നോക്കിയേ. ജോൺ ഗേവ് മേരി എ ബുക്ക്. ജോൺ ഗേവ് എ ബുക്ക് അല്ലേ. ടു ഹും? മേരി. സോ മേരി എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, എ ബുക്ക് എന്നുള്ളതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഐ ആസ്ക്ഡ് ഹെർ എ പെൻ. ഐ ആസ്ക്ഡ് എ പെൻ. ടു ഹും? ഹെർ എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. സോ ഹെർ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആണ്, എ പെൻ എന്നുള്ളത് ഡയറക്റ്റ് ആണ്. ഹിസ് അങ്കിൾ ഓഫേർഡ് ഹിം എ ചോക്ലേറ്റ്. എ ചോക്ലേറ്റ് എന്നുള്ളത് ഡയറക്റ്റ് ആണ്, ഹിം എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും ഒരു പ്രോപ്പർ നെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വേർബിന് 2 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇൻഡയറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം ഡയറക്റ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നെയിം ആയിരിക്കും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ. അത് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് നോക്കുക. ഹും അല്ലെങ്കിൽ വാട്ട് എന്നുള്ള 2 ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിന് ആൻസർ കിട്ടും. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു യൂഷ്വലി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റിന് തൊട്ട് മുമ്പായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. സോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് ഈസി ആണല്ലോ അല്ലേ. ഇനി നോക്കിയേ, ഇനി നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. വേർബ്സ് ദാറ്റ് ടേക്ക് 3 ഒബ്ജക്ട്സ് ആർ നോൺ ആസ് ട്രാൻസിറ്റീവ് വേർബ്സ്. സോ 3 ഒബ്ജക്റ്റുള്ള വേർബ്സിനെ നമ്മൾ ട്രാൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് എ പ്രിപ്പോസിഷണൽ ഫ്രൈസ്. അപ്പോൾ മൂന്നാമത്തെ ഒബ്ജക്റ്റായിട്ട് ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള വേർബിൻ്റെ കൂടെ കാണാനായിട്ട് സാധിക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ദ ബുക്ക് ഫോർ പാസിങ് ദ എക്സാം. സോ ഗിവ് എന്നുള്ള വേർബിൻ്റെ കൂടെ യു എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ദ ബുക്ക് എന്നുള്ള ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഫോർ പാസിങ് ദ എക്സാം എന്നുള്ള ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 3 ഒബ്ജക്ട്സ് ആണ് എവിടെ ഉണ്ടാവുക? ട്രാൻസിറ്റീവ് വേർബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. നെക്സ്റ്റ് ഒരു കേസാണ് സ്യൂഡോ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഈ സ്യൂഡോ ട്രാൻസിറ്റീവിനെ കുറിച്ച് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ട്രാൻസിറ്റീവ് വേർബിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ള ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കാണാറുണ്ട്. സോ നമ്മൾ യൂഷ്വലി ഇതങ്ങനെ കാണാറില്ല. സ്യൂഡോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹിയർ എ പ്രിപ്പോസിഷണൽ ഫ്രൈസ് എലോൺ ആക്ട്സ് ലൈക്ക് ആൻ ഒബ്ജക്റ്റ് ഓർ സിമിലർ ടു ആൻ ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസ് അല്ലേ, ട്രാൻസിറ്റീവിൽ മൂന്നാമതായിട്ട് ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അത്തരത്തിലുള്ള ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസ് എന്താണ്? ഒരു ഒബ്ജക്റ്റിന് സിമിലർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ഇവിടെ സ്യൂഡോ ട്രാൻസിറ്റീവ് വേർബിൻ്റെ കൂടെ കേട്ടോ. ഇവിടെ നോക്കിയേ, ഹി വെൻറ്റ് ഇൻ ടു സ്കൂൾ. ഹി വെൻറ്റ് ഇൻ ടു ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ നോക്കിയേ, ഹി അറ്റൻഡഡ് സ്കൂൾ എന്നുള്ള മീനിങ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ അത്തരത്തിൽ ഒരു പ്രിപ്പോസിഷണൽ ഫ്രൈസിൻ്റെ സഹായത്തോടു കൂടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ മീനിങ് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള വേർബാണ് ഏത്? സ്യൂഡോ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഗ്രാമേറിയൻസിൻ്റെ ഇടയിലൊക്കെ എന്താണ് ഒരുപാട് ആർഗ്യുമെൻറ്റിനൊക്കെ വിധേയമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വേർബാണ് ഇത് സ്യൂഡോ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. മോണോ ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ് ആൻഡ് സ്യൂഡോ ട്രാൻസിറ്റീവ്. നെക്സ്റ്റ് നമുക്ക് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് നോക്കാം. എ വേർബ് വിതൗട്ട് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഉള്ള വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നമുക്ക് ഒബ്ജക്റ്റ് കാണാനായിട്ട് സാധിക്കില്ല. എ വേർബ് വിതൗട്ട് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ഡസ് നോട്ട് പാസ് ഓവർ ടു ആൻ ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പാസിംഗ് ഓവർ എന്നാണ് മീനിങ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ഡസ് നോട്ട് പാസ് ഓവർ ടു ആൻ ഒബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ ആ ഒരു ആക്ഷന് ഒബ്ജക്റ്റിലോട്ട് ഒരിക്കലും എന്താണ്? പാസ് ഓവർ ചെയ്യില്ല എന്നാണ് പറയുന്നത്.
ഇറ്റ് എക്സ്പ്രസസ് ആൻ ആക്ഷൻ സ്റ്റേറ്റ് ഓർ ബീയിങ്. ഇൻട്രാൻസിറ്റീവ് വേർബ് ആകുമ്പോൾ നമ്മൾ ആക്ഷനോ സ്റ്റേറ്റോ അല്ലെങ്കിൽ എന്താണ് ഒരു ബീയിങ്, ഈ ഒരു 3 അവസ്ഥകളാണ് കാണുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബേബി സ്ലീപ്സ്. ഹീ സ്പോക്ക് ഫ്ലുവൻ്റ്ലി. ദ ബെൽ റാങ് ലൗഡ്ലി. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്, ദ ബേബി സ്ലീപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥയാണ് പറയുന്നത് അല്ലേ. എന്താണ് കുട്ടി ചെയ്യുന്നത്? ദ ബേബി സ്ലീപ്സ് അല്ലേ, കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഹീ സ്പോക്ക് ഫ്ലുവൻ്റ്ലി. ദ ബെൽ റാങ് ലൗഡ്ലി. ഇതൊക്കെ എന്താണ്, ഒരു ആഡ്വേർബ് മാത്രമാണ് കാണുന്നത്. നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒന്നും കൂടെ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു വേർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് കേട്ടോ. സം വേർബ്സ് ലൈക്ക് കം, ഗോ, fall, die, sleep, lie, denote actions which cannot be done to anything and we can't use them transitively. So come, go, fall, die, sleep, lie തുടങ്ങിയിട്ടുള്ള വേർബ്സ് ഒക്കെ എന്താണ്, നമുക്ക് ഒരിക്കലും ട്രാൻസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ a verb without an object is called an intransitive verb. Intransitive verb denotes actions, state or being, etc. Okay. ഇപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് വേർബും അതുപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് വേർബും പഠിച്ചു അല്ലേ. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, ആംബിട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിറ്റീവ് വേർബിൻ്റെയും ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെയും ഒരു മിക്സ്ചറാണ്. നമുക്ക് നോക്കാം. There are verbs that can be both intransitive and transitive. Such verbs are called ambitransitive. So, ambitransitive verbs transitive ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ intransitive ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. This verb may or may not require a direct object. അപ്പോൾ ഇത്തരത്തിലുള്ള ambitransitive verbsൻ്റെ കൂടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ട്രാൻസിറ്റീവ് ആയിട്ടും ഇൻട്രാൻസിറ്റീവ് ആയിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റീഡിങ്, ബ്രേക്ക്, understand are some of the ambitransitive verbs. Reading, break, understand ഇതൊക്കെ എന്താണ്, ആംബിട്രാൻസിറ്റീവ് വേർബ്സിന് എക്സാമ്പിൾസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ റീഡ് ദ ബുക്ക്. ഐ റീഡ് ഓൾ ആഫ്റ്റർനൂൺ. അപ്പോൾ എന്താണ് ഫസ്റ്റ് എക്സാമ്പിൾ, ഐ റീഡ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഐ റീഡ് ദ ബുക്ക് അല്ലേ. റീഡ് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ നമുക്ക് ദ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ റീഡ് ദ ബുക്ക് എന്ന് പറയുന്ന സെൻറ്റൻസിലെ ട്രാൻസിറ്റീവ് വേർബാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, ഐ റീഡ് ഓൾ ആഫ്റ്റർനൂൺ അല്ലേ. ഐ റീഡ് ഓൾ ആഫ്റ്റർനൂൺ ഒരു ആക്ഷൻ മാത്രമാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ആ റീഡ് എന്ന് പറയുന്ന വേർബ് ഇൻട്രാൻസിറ്റീവ് ആണ്, അവിടെ നമുക്ക് ഒബ്ജക്റ്റ് കാണാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. സോ ഇത്തരത്തിലുള്ള ഇൻട്രാൻസിറ്റീവായിട്ടും ട്രാൻസിറ്റീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചില വേർബ്സ് ഉണ്ട്. അത്തരത്തിലുള്ള വേർബ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബിട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. So we can classify verb into two, transitive and intransitive. Transitive verb means a verb with an object and intransitive verb means a verb without an object. So transitive verbs are also classified into four: monotransitive, ditransitive, tritransitive and pseudotransitive. Monotransitive means a verb with one object. Ditransitive means a verb with two objects. Tritransitive means a verb with 3 objects and pseudotransitive means a verb with a prepositional phrase that fulfills the meaning like a direct object. Okay. Then we learned what is ambitransitive verbs. Ambitransitive means a verb which can perform both transitively and intransitively. Such verbs are called ambitransitive verbs. Okay. So, transitive verb and intransitive verb ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ.